Hi friends, welcome back to our channel. അപ്പോൾ ഒരുപാട് ഡിലേ ആയിട്ടാണ് നമ്മൾ വീഡിയോസൊക്കെ വരുന്നതെന്ന് അറിയാം. നിങ്ങൾ ക്ഷമിക്കുക. വളരെ ചെറിയ കാര്യങ്ങളോട് നിങ്ങൾക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കുറച്ച് പാർട്ടാക്കുന്നത്. ഇത് ഒറ്റയടിക്ക് തീരാവുന്ന സംഭവമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ പലരും സ്കിപ്പ് അടിച്ചിട്ടേ കാണുള്ളൂ. അപ്പോൾ പിന്നെ എന്തിനാ കഷ്ടപ്പെട്ട് ഞാനും ആ ഒരു രീതിക്ക് ചെയ്യുന്നത്. ചേതക്കിൻ്റെ ഡിസ്മാൻഡലിങ് ഏകദേശം അടുത്ത ഒരു പാർട്ട് അല്ലെങ്കിൽ അതിൻ്റെ അടുത്തൊരു പാർട്ടോട് കൂടി തന്നെ കംപ്ലീറ്റ് ആവും. നമ്മളുടെ സ്വിംഗ് ആം അതുപോലെ മോട്ടർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ ഇത് എത്തണം എന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കൂടി എടുക്കും. കാരണം ഇത് ഓർഡർ ചെയ്തത് ഭോപ്പാലിൽ നിന്നാണ്. ഒരു യൂട്യൂബ് ചാനൽ കണ്ട് ആ വഴിക്ക് കയറിയിട്ടാണ് ആ സ്വിംഗ് ആം കാര്യങ്ങളെല്ലാം ഓർഡർ എടുത്തിട്ടുള്ളത്. അവന്മാർ എനിക്ക് കുറച്ച് നല്ല ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട് കേട്ടോ, ഇല്ലയെന്നൊന്നും പറയുന്നില്ല. എന്നൊക്കെ അവരുടെ ലിങ്ക് കാര്യങ്ങൾ ഞാൻ ആ സ്വിംഗ് ആം വന്ന് ആ സാധനം കണ്ടിട്ട് ഞാൻ ലിങ്ക് തരാറുണ്ട്. കാരണം അതിന് മുമ്പ് തന്നു കഴിഞ്ഞാൽ അത് എത്രത്തോളം സക്സസ് ആണെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ അവരുടെ പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. പിന്നീട് ആലോചിച്ചപ്പോൾ അതിൽ 1-2 കറക്ഷൻ ചെയ്യാനുണ്ട് എന്നത് എനിക്ക് തോന്നുന്നുണ്ട്. അത് എത്തിയതിന് ശേഷമേ കറക്റ്റ് പറയാൻ പറ്റുള്ളൂ. അവർ രജിസ്റ്റേർഡ് പോസ്റ്റ് അയച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ കർണാടക ആ ഭാഗത്ത് എവിടെയാണ് വന്ന് കിടക്കുന്നത്, ഇതുവരെ ഇങ്ങോട്ട് എത്തിയിട്ടില്ല. അപ്രോക്സിമേറ്റ്ലി നമ്മളുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് ഞാൻ അതെല്ലാം ഓർഡർ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇനി വരാൻ പോകുന്നത് നമുക്ക് ആ സംഭവങ്ങളൊക്കെ ഒന്ന് വന്നതിന് ശേഷം പാച്ച് വർക്കാണ്. പാച്ച് വർക്ക് നമുക്ക് പ്രധാനമായിട്ട് നോക്കാനുള്ളത് ഒന്ന് ആ സ്വിംഗാമിൻ്റെ ഫിറ്റിങ്ങും, രണ്ടാമത്തത് ബാറ്ററിക്കുള്ള ഒരു സ്റ്റോറേജ് സ്പേസും, മൂന്നാമത്തതായിട്ട് ഇത് പഴയ ക്ലാസിക് സ്കൂട്ടറാണ്. അപ്പോൾ പഴയ ക്ലാസിക് സ്കൂട്ടറിൽ നമുക്ക് ബ്രേക്കിൻ്റെ അവിടെയുള്ള സ്വിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാനത് പഠിച്ച പണി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 1-2 ഐഡിയാസ് വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഡെവലപ്പ് ചെയ്ത് നോക്കണം. ഇലക്ട്രിക് സ്കൂട്ടറിൽ മെയിനായിട്ട് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എന്തായാലും ശ്രദ്ധിക്കേണ്ടത്. അതായത് ബ്രേക്കിൻ്റെ സ്വിച്ചസ്, അത് മോട്ടറിലേക്കുള്ള കട്ട് ഓഫും കാര്യങ്ങളൊക്കെ ചേർത്താണ് വരുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് നല്ല രീതിക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ട് ആ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ളതാണ് അടുത്തൊരു വീഡിയോസിൽ വരുന്നത്. അടുത്ത തൊട്ട് വരുന്നത് നല്ല ഇമ്പോർട്ടൻറ്റ് വീഡിയോസാണ്. കാരണം ഇതിപ്പോൾ ജസ്റ്റ് ഒരു അതിനെ മൊത്തമായിട്ട് ഡിസ്മാൻഡിൽ ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അതായത് ഇതിൻ്റെ റിസ്റ്റോറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന മുതൽ ഇലക്ട്രിക് കൺവേർഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. റിസ്റ്റോറേഷൻ എന്ന് സത്യത്തിൽ ഇതിനെ പറയാൻ പറ്റില്ല, ഇലക്ട്രിക് കൺവേർഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് മറക്കാതെ കാണുക, സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടോളാം, ബെല്ലൈക്കണൊക്കെ അമർത്തിയിട്ടോളാം. ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ കുറച്ചായിട്ട് റെഗുലറായിട്ട് എന്തായാലും വീഡിയോ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. എന്തായാലും നിങ്ങളിത് ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ ഈ പോർഷനിലെ കംപ്ലീറ്റ് ആയിട്ടുള്ള കേബിളുകൾ നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. ഇനി ഈ കേബിളുകൾ ആവശ്യം നമുക്കില്ല. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഒഴിവാക്കാം. നമ്മൾ ഈ ഒരു ചേതക്കിൻ്റെ ഒരു കേബിളും ഒരു വയറിങ്ങും പ്രോപ്പറായിട്ട് ഊരിയിടില്ല. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഒന്നാമത് ഇത് സ്ക്രാപ്പിൽ നിന്ന് കിട്ടിയതായതുകൊണ്ട് തന്നെ പകുതി സ്ഥലത്ത് നിന്ന് കണ്ടോ ഏച്ചുകൂട്ടിയ രീതിയിലുള്ള വയറിങ്ങാണ്. അപ്പോൾ അതുകൊണ്ട് ആൾറെഡി നമുക്കിതിൻ്റെ വയറിംഗ് കിറ്റ് മാറ്റേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഇത് പഴയ രീതിക്കുള്ള ഒരു വയറിംഗ് കിറ്റ് നമുക്ക് എന്തായാലും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇങ്ങനത്തെ ഉള്ള ഐറ്റംസ് ഒന്നും നമുക്ക് ഇനി വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള വയറിംഗ് കിറ്റ് മാറ്റിയിടുന്നുണ്ടെങ്കിൽ നമുക്ക് തലവേദന ഒഴിഞ്ഞു കിട്ടും, അതുപോലെ എർത്തിങ് ആവുന്നത് ഒഴിഞ്ഞു കിട്ടും. അങ്ങനെയുള്ള ഒരുപാട് മെച്ചങ്ങളുണ്ട്. കാരണം പഴയ വയറിങ്ങിൽ ഭൂരിഭാഗം ഏച്ചൂട്ടായതുകൊണ്ട് തന്നെ നമുക്ക് പല സ്ഥലത്ത് എർത്തായി പോകാൻ ചാൻസ് ഉണ്ട്. ഇലക്ട്രിക് വാഹനം ചെയ്യുമ്പോൾ ബാറ്ററി എന്ന് പറയുന്നത് നമുക്കൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അപ്പോൾ ഇനി ഈ ഒരു കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഊരിയെടുത്തേക്കാം. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ടാങ്കിനെ കട്ട് ചെയ്തെടുക്കാം.
ടാങ്കിനെ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു പോർഷനിൽ ഞാൻ ആൾറെഡി ഒരു ചെറിയൊരു മാർക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ മാർക്ക് ഇട്ടത് മറ്റൊന്നുമല്ല, നമ്മുടെ ഈ ഒരു ഹൈറ്റ്, അതായത് ഇതിൽ ഏറ്റവും ഹൈറ്റ് കൂടിയ സ്ഥലത്തിൻ്റെ ഹൈറ്റ് എടുത്തിട്ടാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു റബ്ബർ ബീഡിങ് ഇട്ടാൽ പോലും അത്യാവശ്യത്തിന് ഹൈറ്റ് നമുക്ക് ഇതിൽ കിട്ടും. ഈ റബ്ബർ ബീഡിങ് ഇട്ടാൽ നമുക്കൊരു ഉപകാരം എന്ന് പറഞ്ഞാൽ ഇതിലൂടെ വരുന്ന വെള്ളം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാതെ ആ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് ഉള്ളത് എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് പ്രധാന ആവശ്യം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടാങ്ക് ആർക്കും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പോർഷൻ നമുക്ക് ഇങ്ങോട്ട് വേണ്ട, ഈ ഒരു ക്യാപ്പ് മാത്രം മതി. നമ്മളതിനെ 2 പീസാക്കി എടുത്തിട്ടുണ്ട്. ഉൾഭാഗത്തായിട്ട് അത്യാവശ്യം നല്ല ഡേർട്ടായിട്ട് ഇരിക്കുകയാണ്, കണ്ടോ, നല്ല ചെളിയാണ്. അപ്പോൾ ഈ ഒരു പോർഷൻ നമുക്ക് ഒഴിവാക്കാം. ഇനി നമുക്ക് ഇതൊന്ന് സൈഡ് ഭാഗമൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് ഇതൊന്ന് ക്ലിയർ ആക്കി എടുക്കണം. ഇത് കണ്ടോ, ഇപ്പോൾ ബീഡിങ് ഉണ്ടെങ്കിലും അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. One hour later. ഇപ്പോൾ നമ്മളിത് ചെയ്തിട്ടുള്ളതെന്ന് പറയാൻ, ആദ്യം ഇത് കട്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ഇതിൻ്റെ അറ്റത്തെ മൂർച്ച ഒന്ന് കളഞ്ഞു. മൂർച്ച കളഞ്ഞതിന് ശേഷം നമ്മളുടെ അലക്കുന്ന സോപ്പ് എടുത്ത് ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കളഞ്ഞു. ഇതിൽ മുമ്പ് ഓയിലും അതുപോലെ തന്നെ പെട്രോളും ചേർന്നിട്ട് കട്ട പിടിച്ചിരിക്കുന്നത് ഇത് കണ്ടോ, ഈ ഒരു രീതിക്ക് നല്ല കട്ടയായിരുന്നു. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുത്തു. ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളുടെ സാൻഡ് പേപ്പർ മോഡലിനെ ഗ്രൈൻഡിങ് വീൽ ഇട്ടിട്ട് ഈ ഭാഗത്തുള്ള എല്ലാം മൂർച്ച കളഞ്ഞു. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ പിടിക്കുമ്പോൾ തന്നെ നമ്മുടെ കൈ പോകും. അപ്പോൾ അതാണ് ആകെ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ നമ്മളിതിൻ്റെ അടിഭാഗം നീറ്റ് ആൻഡ് ക്ലീനായി എടുത്തിട്ടുണ്ട്, കണ്ടോ. ഇതിൻ്റെ ഉൾഭാഗത്ത് അടിഞ്ഞുകൂടിയിട്ടുണ്ടായിരുന്ന കറ കംപ്ലീറ്റ് കളഞ്ഞു. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടായിരുന്നെന്നുള്ളത്. ഇത് കണ്ടോ, ഈ രീതിക്ക് കട്ട പിടിച്ച് കിടക്കുന്നതായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിനെ ജസ്റ്റ് ഒരു ദിവസം തോണ്ടി കഴിഞ്ഞാൽ കണ്ടോ, ഈ രീതിക്കായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ അടിഞ്ഞിടുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ ക്ലീനാക്കി എടുത്തിട്ടാണ് ആ ഒരു രീതിക്ക് ആയിട്ടുള്ളത്. ആ അടിഞ്ഞുകൂടിയ കട്ട ചളിയാണ് നമ്മൾ ക്ലീനാക്കി എടുത്തത്. ഇതേപോലെ നീറ്റായി പുതിയ മെറ്റൽ പോലെ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഞാൻ നല്ല ബീഡിങ് ഇട്ടിട്ടുണ്ട്. പഴയ ബീഡിങ് തന്നെയാണ്, പുതിയതല്ല. ഇതുണ്ടോ, ഈ ഭാഗത്ത് അടച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് യാതൊരു തരത്തിലും വെള്ളം കയറില്ല. ആ ഒരു കാര്യം കൊണ്ടാണ് ഞാൻ ഇത് ഒഴിവാക്കാത്തത്. പിന്നെ ഇവിടെ കൂട്ടി വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലെ സ്റ്റോറേജ് പോയി കിട്ടും. പിന്നെ ഇവിടെ കുറച്ച് പുട്ടി വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം ക്ലിയർ ആവും. അപ്പോൾ ഇവിടെയും കൂടി ഒന്ന് നല്ല രീതിക്കൊന്ന് ഗ്രൈൻഡ് ചെയ്ത് ഒന്ന് പുട്ടിയൊക്കെ റെഡിയാക്കി ഇതാവും. പിന്നെ ഈ ഒരു ക്യാപ്പ് കളയാത്തതെന്ന് വെച്ചാൽ ഈ ഒരു പോർഷനിൽ എനിക്കിതിൻ്റെ ചാർജിങ് പോർട്ട് കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നോക്കട്ടെ, പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഞാനിതിൻ്റെ ചാർജിങ് പോർട്ട് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ കറക്റ്റ് റബ്ബർ സീൽ ഇട്ട് കഴിഞ്ഞാൽ ഈ ഉള്ളിലേക്ക് വെള്ളം കയറുന്നത് കാര്യങ്ങളൊക്കെ തടയാനും പറ്റും. നമുക്കിതാ ഈ ഇതിൻ്റെ പഴയ ആ ലുക്ക് തന്നെ നിലനിർത്താനും പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ചേതക്കിൽ ഊരിയെടുക്കാൻ ബാക്കിയുള്ളത് ബാക്കിലെ എഞ്ചിൻ്റെ ആ ഒരു പോർഷനും സ്വിങ്ങാമും. ആ സ്വിങ്ങാമിൻ്റെ ഒരൊറ്റ ബോൾട്ട് ഊരി കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള പോർഷൻ പോരും. പിന്നെ ഒരു ഷോക്ക് ആബ്സർ ഉണ്ട്, അതും പോരും. പിന്നീടുള്ളത് ഈ ഒരു ടയറാണ്, ഈ ഫ്രണ്ട് ഭാഗം. ഹാൻഡിൽ ആൾറെഡി നമ്മൾ ഊരി, ബാക്കി ടയറിൻ്റെ പോർഷൻ ഞാൻ ഊരിയിട്ടില്ല. നമ്മുടെ സ്വിങ്ങാമു വന്ന് നമ്മളുടെ BLDC മോട്ടർ വെച്ച് നോക്കിയതിന് ശേഷം മാത്രമേ ഞാൻ ഇത് ഊരുള്ളൂ. ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്. അതായത് ഇതിൻ്റെ കോൺസെപ്റ്റ് ബെയറിങ് അല്ലെങ്കിൽ നെക്ക് ബെയറിങ് എന്നൊക്കെ പറയും. ഈ ഒരു സംഭവം ഒന്ന് റിപ്ലേസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുപോലെ ഇതിൻ്റെ ഉള്ളിലൂടെയാണ് ഇതിൻ്റെ വയറിംഗ് കിറ്റ് കംപ്ലീറ്റ് പോകുന്നത്. അപ്പോൾ അടുത്തൊരു വയറിംഗ് കിറ്റ് നമുക്ക് പ്രോപ്പറായിട്ട് ക്രിമ്പ് ചെയ്തെടുക്കണം. ഈ ഒരു ചേതക്കെന്ന് ഊരെടുത്തിട്ടുള്ള കേബിൾസാണ് ഈ കിടക്കുന്നത്. അതായത് ഗിയറിന് 2 കേബിള്, ക്ലച്ചിന് 1, അതുപോലെ തന്നെ ചോക്കിന് 1 കേബിള്, ബ്രേക്ക് കേബിള്, അങ്ങനെ അപ്രോക്സിമേറ്റ്ലി നോക്കുകയാണെങ്കിൽ ഒരു 6-7 കേബിൾ അടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വയറിംഗ് കിറ്റുകൾ ഇവിടെ കിടപ്പുണ്ട്. പിന്നെ നമ്മളുടെ സീറ്റ് കവർ കാര്യങ്ങൾ, അതുപോലെ അതിൻ്റെ ബീഡിങ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ ആഫ്റ്റർ മാർക്കറ്റ് ഒരു ബീഡിങ് ഇവിടെ ഉണ്ട്. പിന്നെ നമ്മളുടെ സീറ്റ്, ഇത് ഫ്രണ്ട് സീറ്റാണ്, ഇത് ബാക്ക് സീറ്റിനുള്ള പ്ലേറ്റാണ്. പ്ലേറ്റ് മാത്രമേ ഉള്ളൂ, അത് ക്ലിയർ ആക്കാണ്ട്. പിന്നെ ബാക്ക് ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ ഇത് നമ്മളുടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബ്രേക്ക് ലീവറാണ്.
പിന്നെ ഇതാണ് പെട്രോൾ ടാങ്കിൻ്റെ സീല് വരുന്നത്. ഇത് ഇതിൻ്റെ ഹോണാണ് 6 വോൾട്ട്. ഇത് വർക്ക് ചെയ്യുന്നില്ല. ഇത് ഇതിൻ്റെ ബ്രേക്കിൻ്റെ ലൈറ്റാണ് വരുന്നത്. ഈ ഒരു ബ്രേക്കിൻ്റെ ഇതിലേക്കാണ് ഈ ഒരു ലൈറ്റിൻ്റെ വരുന്നത്. ഇതതിൻ്റെ പെഡലാണ്. പിന്നെ സ്പീഡോമീറ്ററിൻ്റെ കട്ടയും പടവും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലെ ഒരു ഗാർഡ്, പിന്നെ ലൈറ്റ്, ഇത്ര മാത്രമാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. ഇനി ഹെഡ് നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്. ഹെഡ് അതിന് വേണ്ടി ഞാൻ മാറ്റി വെച്ചാണ്.